Okay, right. So, നമ്മൾ already principal stress in three-dimensional case already cover ചെയ്ത് കഴിഞ്ഞു. നമുക്കിനി determination of principal stress. ഇനി നമ്മൾ ശരിക്കും നമ്മൾ സാധാരണ നമ്മൾ പോകുന്ന വഴികളിലൂടെ അല്ല നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ത്രീ-ഡയമെൻഷനിൽ നിന്ന് വീണ്ടും താഴേക്ക് വരികയാണ്. ഓക്കെ, സാധാരണ നമ്മൾ ഇത്രയും കാലമായിട്ട് നമ്മൾ പോയിക്കൊണ്ടിരുന്നത് ടു-ഡയമെൻഷൻ പഠിച്ച് ടു-ഡയമെൻഷൻ ത്രീ-ഡയമെൻഷനിലേക്കെല്ലാം പോയത്. ഓക്കെ, നിങ്ങൾ ഒരു 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 ജമ്പ് ചെയ്തിട്ടാണ് നേരെ ത്രീ-ഡയമെൻഷണൽ പ്രിൻസിപ്പൽ സ്ട്രെസ്സിലേക്കൊക്കെയാണ് നിങ്ങൾ പോയത്. ഓക്കെ, സോ ആസ് പെർ ദ സിലബസ് ഇതല്ലാതെ വേറെ വഴിയില്ല, കാരണം ഇതിന്റെ ഇൻബിറ്റ്വീൻ എല്ലാ ടോപ്പിക്കും നമ്മുടെ സിലബസിൽ വരുന്നില്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇനി നമ്മൾ ഇതുവരെ കവർ ചെയ്ത കാര്യം ഇതായിരുന്നു: പ്രിൻസിപ്പൽ സ്ട്രെസ്സസ് ആൻഡ് പ്രിൻസിപ്പൽ പ്ലെയിൻസ് അല്ലെ, ഇൻ ത്രീ-ഡയമെൻഷണൽ കണ്ടീഷൻ കംപ്ലീറ്റ് ചെയ്തു. നൗ ഈ ഒരു ക്ലാസ്സിൽ, ഈ ഒരു ലെക്ചർ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് ഹൗ ടു ഡിറ്റർമിൻ പ്രിൻസിപ്പൽ സ്ട്രെസ്സസ് ഇൻ ടു-ഡയമെൻഷണൽ കണ്ടീഷൻ. കുറച്ചുകൂടെ സിംപ്ലിഫൈഡ് കണ്ടീഷനിലേക്ക് വരണം ഫോർ ടു-ഡയമെൻഷണൽ കേസ്. ഓക്കെ, ആൻഡ് ദാറ്റ് ടു യൂസിങ് എ ഗ്രാഫിക്കൽ മെത്തേഡ്. ഓക്കെ, യൂസിങ് ഗ്രാഫിക്കൽ മെത്തേഡ്. ഓക്കെ, സോ ഈ ഗ്രാഫിക്കൽ മെത്തേഡിനാണ് നമ്മൾ വിളിക്കുന്നത് ഇറ്റ് ഈസ് കോൾഡ് മോർ സർക്കിൾ. ഓക്കെ, മോർ സർക്കിൾ എന്ന് പറയും മെത്തേഡിന്, അല്ലെങ്കിൽ ടെക്നിക് ഓഫ് ഡിറ്റർമിനിങ് പ്രിൻസിപ്പൽ സ്ട്രെസ്സസ് ആൻഡ് ഓൾ അതർ സ്ട്രെസ്സസ് ആക്ടിങ് ഓൺ ആൻ ആർബിട്രറി പ്ലെയിൻ. ഇതെല്ലാം നമുക്ക് ടു-ഡയമെൻഷണൽ കേസിൽ ഒരു സിമ്പിൾ മോർ സർക്കിൾ യൂസ് ചെയ്ത് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ഈവൻ ത്രീ-ഡയമെൻഷണൽ കേസിലും നമുക്ക് ചെയ്യാൻ പറ്റും. ത്രീ-ഡയമെൻഷണൽ കേസിൽ മോർ സർക്കിളും ഉണ്ട്, ബട്ട് അത് ആസ് ഓഫ് നൗ ഇറ്റ് ഇസ് ബിയോണ്ട് ദ സ്കോപ്പ് ഓഫ് ദിസ് സിലബസ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഇനീഷ്യൽ കേസ് ആയിട്ട് മോർ സർക്കിൾ എങ്ങനെ ഫോർ എ ടു-ഡയമെൻഷണൽ കണ്ടീഷനിൽ ഡിറ്റർമിൻ ചെയ്യാൻ നോക്കാം. ഇവിടെ കുറച്ചൊരു ബുദ്ധിമുട്ട് വരുന്നുണ്ടെന്ന് വെച്ചാൽ ഈ മോർ സർക്കിളിന്റെ അണ്ടർലൈൻ പ്രിൻസിപ്പിൾ ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ബേസ് ആയിട്ടാണ് ഈ മോർ സർക്കിൾ കൺസ്ട്രക്ട് ചെയ്തതെന്നൊക്കെ ഉള്ളത്, അതിന്റെ കുറെ കാര്യങ്ങൾ നമ്മൾ ശരിക്ക് ഒരു പോളാർ കോർഡിനേറ്റ് ബേസ് ചെയ്തിട്ടാണ്. നമ്മളിപ്പം ഇതുവരെ പഠിച്ചത് കംപ്ലീറ്റ് കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റംസ് ആണ്. ഓക്കെ, അതിൽ നേരെ മറ്റേ കോർഡിനേറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരുവിധം എല്ലാം ഒരു അവിയൽ പരുവത്തിലാവും. അതുകൊണ്ട് ഞാൻ അങ്ങനെ കോർഡിനേറ്റ് സിസ്റ്റത്തിലേക്ക് പോവാതെ തന്നെ ഇതിനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കുകയാണ്. ഓക്കെ, സോ ഫോർ നമുക്ക് ഇതുവരെ നമ്മൾ നോക്കിയത് സ്ട്രെസ് അറ്റ് എ പോയിന്റ് ഫോർ എ ത്രീ-ഡയമെൻഷണൽ ഒബ്ജക്റ്റ് ആണ് അല്ലെ. ത്രീ-ഡയമെൻഷണൽ ഒബ്ജക്റ്റിന്റെ കേസിൽ ഫോർ എ ത്രീ-ഡയമെൻഷണൽ ഒബ്ജക്ട് നമുക്ക് എന്തുണ്ടായിരുന്നു? എക്സും വൈയും സെഡ് കോർഡിനേറ്റ് സിസ്റ്റം ഉണ്ടായിരുന്നു. അതേപോലെ ഒബ്ജക്റ്റിനെ നമ്മൾ ഒരു ക്യൂബ് ആയിട്ടായിരുന്നു കൺസിഡർ ചെയ്തത് അല്ലെ. ഇവിടെ നമ്മൾ തേർഡ് ഡയമെൻഷൻ അല്ലെങ്കിൽ സെഡ് ആക്സിസിനെ അങ്ങ് എലിമിനേറ്റ് ചെയ്യാണ്. സെഡ് ആക്സിസിനെ കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് എലിമിനേറ്റ് ചെയ്തതാണ്. എന്ന് വെച്ചാൽ നമ്മൾ ഇതിനൊരു ടു-ഡയമെൻഷനിലേക്ക് അങ്ങ് മാറ്റിയെടുക്കുകയാണ്. അല്ലെ, സോ ഇന്ന് ടു-ഡയമെൻഷണൽ ആയിട്ട് എടുക്കുന്ന സമയത്ത് വിൽ ഹാവ് നമുക്ക് ആ സെഡ് ആക്സിസിനെ അങ്ങ് ഒഴിവാക്കാം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എക്സ് ആൻഡ് വൈ കോർഡിനേറ്റ്സ് മാത്രമാണ് ഉണ്ടാവുക. ഓക്കെ, സോ ഫോർ എ ടു-ഡയമെൻഷണൽ കണ്ടീഷൻ യുവർ ലെറ്റ് ദ സ്ട്രെസ്സസ് ബി. ഓക്കെ, ടു-ഡയമെൻഷണൽ കണ്ടീഷൻ ആകുമ്പോൾ എനിക്കൊരു സ്ക്വയർ മതി. ഒരു സ്ക്വയർ യൂസ് ചെയ്ത് എനിക്ക് എന്ത് ചെയ്യാം? എന്റെ സ്ട്രെസ് അറ്റ് എ പോയിന്റ് റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, സോ ഫോർ എ ടു-ഡയമെൻഷണൽ കണ്ടീഷൻ ദ സ്ട്രെസ് അറ്റ് എ പോയിന്റ് ക്യാൻ ബി ഡിഫൈൻഡ് യൂസിങ് എ സ്ക്വയർ. ഓക്കെ, അപ്പൊ ഇതില് വരുന്ന സാധനങ്ങൾ ഇതൊക്കെയാണ്. ലെറ്റ് ദിസ് ബി യുവർ എക്സ് ആക്സിസ്, ലെറ്റ് ദിസ് ബി യുവർ വൈ ആക്സിസ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ലെറ്റ് ദിസ് ബി യുവർ പ്രിൻസിപ്പൽ സ്ട്രെസ് സിഗ്മ എക്സ്, സിഗ്മ വൈ ആൻഡ് സിഗ്മ വൈ. റൈറ്റ്, ഇപ്പൊ നമുക്ക് രണ്ട് നോർമൽ സ്ട്രെസ് മാത്രമേ ഇവിടെ ഉണ്ടാവുള്ളൂ അല്ലെ. ഒന്ന് ഒരു സ്ട്രെസ് അലോങ് എക്സ് ആക്സിസ്, സ്ട്രെസ് അലോങ് വൈ ആക്സിസ്, നോർമൽ സ്ട്രെസ്. ഇൻ അഡീഷൻ ടു ദിസ് വൺ നമുക്ക് ഒരു കാര്യം കൂടി ഉണ്ടാവും. എന്താണ്? നമുക്കൊരു ഷിയർ സ്ട്രെസ് കോമ്പണന്റും ഉണ്ടാവും അല്ലെ. സോ ടോ എക്സ് വൈ, ടോ വൈ എക്സ്, ടോ എക്സ് വൈ, ടോ വൈ എക്സ് കോമ്പണന്റും കൂടി ഉണ്ടാവും. അപ്പൊ ഫോർ ടു-ഡയമെൻഷണൽ കണ്ടീഷനിൽ വന്നാൽ നമുക്ക് ഇത്രയേ ഉണ്ടാവുള്ളൂ. അതിപ്പോ നമുക്ക് നോക്കാം. ഇപ്പൊ നമ്മളിപ്പോ ഫോർ ത്രീ-ഡയമെൻഷണൽ കണ്ടീഷനിൽ നമ്മൾ സ്ട്രെസ് മെട്രിക്സ് എങ്ങനെയായിരുന്നു? സിഗ്മ എക്സ് എക്സ്, ടോ എക്സ് വൈ, ടോ എക്സ് സെഡ്, ടോ വൈ എക്സ്, സിഗ്മ വൈ വൈ, ടോ വൈ സെഡ്, ടോ സെഡ് എക്സ്, ടോ സെഡ് വൈ, സിഗ്മ സെഡ് സെഡ്. ഇതായിരുന്നു നമ്മുടെ സ്ട്രെസ് ടെൻസർ അല്ലെ. ഇതിൽ ഞാനിപ്പോ പറയാണ് സെഡ് കോമ്പണന്റ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് സീറോ ആക്കാണ് അല്ലെ. സെഡ് കോമ്പണന്റ് കംപ്ലീറ്റ് ആയിട്ട് സീറോ ആക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നോർമൽ സ്ട്രെസ് ഇൻ സെഡ് ആക്സിസ് സീറോ അല്ലെ. സിഗ്മ എക്സ് എക്സ് സീറോ. പിന്നെന്താ? ആ ആക്സിസിലെ ഷിയർ സ്ട്രെസ് വാല്യൂസ് എല്ലാം സീറോ ആവും. അപ്പൊ എന്തായി? ഇത് രണ്ടും സീറോ ആവും, ഇത് രണ്ടും സീറോ ആവും. സോ ഫൈനലി യുവർ മെട്രിക്സ് വിൽ ബോയിൽ ഡൗൺ ടു ഇങ്ങനെയാണ്: സിഗ്മ എക്സ് എക്സ്, ടോ എക്സ് വൈ, ടോ വൈ എക്സ്, sigma yy. So your stress matrix for this condition, for a two-dimensional condition, your stress matrix is like this: sigma xx, tau xy,
tau yx and sigma yy. Now this is the stress matrix. Now ഇവിടെ ഇത് പ്ലോട്ട് ചെയ്ത കേസിലും നമുക്ക് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ടായിരുന്നു. ഒരു സെക്കൻഡ്. ഇത് പ്ലോട്ട് ചെയ്ത സ്ഥലത്തും ഇവിടെ ഇപ്പം നോർമൽ സ്ട്രെസ് ആണ് സിഗ്മ എക്സ് എക്സ് സിഗ്മ വൈ വൈ റൈറ്റ്. നോ ഷിയർ സ്ട്രെസ് ഞാൻ ഓരോ എയറോ കൊടുത്തിട്ടുണ്ട്. സി നമ്മളിത് 3 ഡയമെൻഷനിൽ കൊടുക്കുമ്പോൾ എന്ത് കണ്ടീഷൻ ബേസ് ചെയ്തിട്ടാണോ ചെയ്തത് അതുപോലെ തന്നെ ഇവിടെയും ചെയ്തിട്ടുള്ളത്. എന്താണ് പോസിറ്റീവ് പ്ലെയിൻ ആയിട്ടാണ് എടുക്കുന്നത്. പോസിറ്റീവ് പ്ലെയിൻ പോസിറ്റീവ് ഡയറക്ഷൻ ആയിട്ട് എടുക്കുകയാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതായിട്ട് ഇക്വിലിബ്രിയം ആണ് അല്ലെ. സിഗ്മ എക്സ് എന്നുള്ള ഫോഴ്സ് തന്നെ ഇപ്പുറത്ത് സിഗ്മ എക്സ് വരുന്നത്, ഇവിടെ വേറെ മോഷൻ ഇല്ല. സിഗ്മ വൈനെ ഒപ്പോസ് ചെയ്യുന്ന സിഗ്മ വൈ തന്നെയാണ്, ഇവിടെ വേറെ മോഷൻ ഇല്ല. അതേപോലെ ഷിയർ സ്ട്രെസ് ടോ എക്സ് വൈ ഇവിടെ എന്തുണ്ടാവും, ഒരു റൊട്ടേറ്റിംഗ് ടെൻഡൻസി ഉണ്ടാക്കും ടോ എക്സ് വൈ. സിമിലർലി ടോ വൈ എക്സ് അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കുള്ള ഒരു റൊട്ടേറ്റിംഗ് ടെൻഡൻസിയും ഉണ്ടാക്കും അല്ലെ. അങ്ങനെ ആകുമ്പോൾ ദാറ്റ് റൊട്ടേഷൻ അല്ലെങ്കിൽ മൊമെന്റ് വിൽ ഓൾസോ ബി ബാലൻസ്. നേരെ തിരിച്ച് ഇങ്ങനെ വരും. ഓക്കെ, അപ്പൊ അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ ആരോസ് കൊടുക്കാൻ. ടോ എക്സ് വൈ അപ്വേർഡ് ആണെങ്കിൽ ടോ വൈ എക്സ് ടോ എക്സ് വൈ ഓപ്പോസിറ്റ് സൈഡിൽ ബോട്ടം സൈഡിലേക്കായിരിക്കും. അതുപോലെ ടോ വൈ എക്സ് ഇതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കായിരിക്കണം. അപ്വേർഡ് ആരോ ഡൗൺവേർഡ് ആരോ. So that's it. With the base you can this is a simple representation for a 2-dimensional condition. Okay, and the stress matrix is this one, right? Now here condition, how do we find the principal stresses? So we are going to find out the principal stresses. നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 3-dimensional condition ആണെങ്കിൽ നമുക്ക് 3 principal stresses ഉണ്ടാവും along 3 mutually perpendicular axis shear stress 0. ഇവിടെ 2-dimensional condition എടുക്കുന്ന സമയത്ത് നമുക്ക് 2 principal stresses ആണ് ഉണ്ടാവുക. That is sigma 1 and sigma 2, where one is your major principal stress and the other one is your minor principal stress. Okay, so sigma 1 is your major principal stress and sigma 2 is your minor principal stress. Okay, ഇതായിരിക്കും major value വരിക, ഇതായിരിക്കും minor value വരിക. Right, അപ്പോൾ ഇത്രയും ബേസിക് അണ്ടർസ്റ്റാൻഡിങ് വെച്ചിട്ട് നമുക്ക് മോർ സർക്കിളിന്റെ കൺസ്ട്രക്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം. എന്ത് ബേസിസിലാണ് നമ്മൾ ഒരു മോർ സർക്കിൾ കൺസ്ട്രക്ട് ചെയ്യുക, എങ്ങനെയാണ് നമ്മൾ പ്രിൻസിപ്പൽ സ്ട്രെസ്സസ് കണ്ടുപിടിക്കുക അല്ലെ. ഇപ്പൊ ഏതാണ്ട് ഇതുവരെ ക്ലിയർ ആണോ? എന്റെ കൂടെ തന്നെ ഉണ്ടോ? യെസ്, റൈറ്റ്. ഓക്കെ, മോർ സർക്കിളിന്റെ ടോപ്പിക് വന്നു കഴിയുമ്പോൾ എല്ലാവരുടെ കയ്യിലും ഒരു കോമ്പസും പിന്നെ അതുപോലെ തന്നെ ഇന്നിപ്പോ വേണ്ട, നെക്സ്റ്റ് ഡേ ക്ലാസ് പ്രോബ്ലം ചെയ്യുമ്പോൾ ഒരു കോമ്പസും അതുപോലെ തന്നെ കോമ്പസും പെൻസിലും നിർബന്ധമാണ്. ഓക്കെ, കാരണം മോർ സർക്കിൾ ബേസ് ചെയ്തിട്ടാണ് വരക്കുക. അത് എക്സാക്ട് ഡയമെൻഷനിൽ തന്നെ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് പ്രോപ്പർ എക്സാക്ട് ആൻസർ നമുക്ക് കിട്ടുള്ളൂ. അല്ലേ? നൗ we'll see the methodology for drawing more circle. Okay, methodology അല്ലെങ്കിൽ technique for constructing more circle. Right, now here അടുത്ത പേജിലേക്ക് പോവാം. Okay, here you let us make 2 axes, x-axis and y-axis. Okay, see the positive x-axis എന്ന് പറയുന്നത് പോസിറ്റീവ് സിഗ്മയാണ്, പോസിറ്റീവ് y-axis എന്ന് പറയുന്നത് ഓക്കെ ഇത് പോസിറ്റീവ് സ്ട്രെസ് ആണ്, ഇത് നെഗറ്റീവ് സ്ട്രെസ് ആണ് മൈനസ് സിഗ്മ. ഓക്കെ, ആൻഡ് അപ്വേർഡ് ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇത് പോസിറ്റീവ് ഷിയർ സ്ട്രെസ് ആണ്. ഓക്കെ, ടോ എക്സ് വൈ പോസിറ്റീവ് ടോ എക്സ് വൈ ആൻഡ് ബോട്ടം സൈഡ് നെഗറ്റീവ് ടോ എക്സ് വൈ ആണ്. ഓക്കെ, പോസിറ്റീവ് ടോ എക്സ് വൈ നെഗറ്റീവ് ടോ എക്സ് വൈ എന്ന് വെച്ചാൽ യുവർ ഹൊറിസോണ്ടൽ ആക്സിസ് എന്ന് പറയുന്നത് ദാറ്റ് റെപ്രസെന്റ്സ് നോർമൽ സ്ട്രെസ് ആൻഡ് your vertical axis represents shear stress. ഇത് ആക്ച്വലി ഒരു ടെക്നിക്കാണ്. ഓക്കെ, ടു ഡിറ്റർമിൻ മോർ സർക്കിൾ അല്ലെങ്കിൽ ഒരു പ്രിൻസിപ്പൽ സ്ട്രെസ്സസ് കണ്ടുപിടിക്കാനുള്ള ഒരു ടെക്നിക്കാണ്. മോർ ഡെവലപ്പ് ചെയ്ത ഒരു ടെക്നിക്ക് മാത്രമാണ് ഇത്. ഓക്കെ, മോർ എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ ആള് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്ന ഒരു ടെക്നിക്ക്. ഓക്കെ, പുള്ളി ഇങ്ങനെ ചെയ്ത് നോക്കിയപ്പോൾ ഈസ് ഗെറ്റിംഗ് എക്സാക്ട് ആൻസർ. ഓക്കെ, ന്യൂമറിക്കലി നമ്മൾ അല്ലാതെ ചെയ്താൽ കിട്ടുന്ന എക്സാക്ട് ആൻസർ തന്നെ നമുക്ക് മോർ സർക്കിൾ വെച്ചിട്ട് ചെയ്യും. ഓക്കെ, ഇറ്റ്സ് എ ഗ്രേറ്റ് ടൂൾ. ഓക്കെ, നൗ സി നമ്മളിവിടെ പറഞ്ഞ കാര്യം ഫോർ 2 ഡയമെൻഷന്റെ കേസിൽ ഇങ്ങനെയാണ് വരിക. Sigma xx, sigma yy and shear stress അല്ലേ. ടോ എക്സ് വൈ ഞാനവിടെ എഴുതുന്നില്ല. റൈറ്റ്, പോട്ടെ, ടോ എക്സ് വൈ അല്ലേ. ഇതിനാണ് കോമ്പണൻസ് വരിക. റൈറ്റ്, നൗ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ സിഗ്മ എക്സ് എക്സും സിഗ്മ വൈ വൈയും തമ്മിൽ ആക്ച്വലി 90 ഡിഗ്രി ആണ് ആംഗിൾ വരുന്നത് അല്ലെ. സിഗ്മ അത് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ്. സിഗ്മ എക്സ് എക്സും സിഗ്മ വൈ വൈയും തമ്മിൽ അത് പെർപെൻഡിക്കുലർ ആണ്, 90 ഡിഗ്രി ആണ് ആക്ച്വലി. ഓക്കെ, ആക്ച്വലി സ്ട്രെസ്സിന്റെ പോയിന്റ് അതാണ് അടുത്ത തമ്മിലുള്ള ഓറിയന്റേഷനിലെ ഡിഫറൻസ് വരുന്നത് അല്ലെ. പക്ഷെ നേരെ മറിച്ച് നമ്മൾ ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളെ മോർ സർക്കിളിന്റെ ഈ ആക്സിസിന്റെ കൺസ്ട്രക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ
സ്ട്രെസ് മൊത്തം റെപ്രസെന്റ് ചെയ്യുന്നത് അലോങ് ദ ഹൊറിസോണ്ടൽ ആക്സിസ് ആണ്. സോ ദാറ്റ് മീൻസ് നമ്മൾ ഇവിടെ എടുക്കുന്നത് 180 ഡിഗ്രിയിലാണ്. നമ്മൾ മോർ സർക്കിൾ കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് ഇതിലുള്ള ആക്ച്വൽ കേസിലെ ആംഗിളിനെക്കാളും 2 ടൈംസ് ആയിരിക്കും മോർ സർക്കിളിലെ ആംഗിൾ. ഓക്കെ, അതാണ് ഇതിൽ ഒരു പോയിന്റ്. ദ ആംഗുലർ ഡിഫോർമേഷൻ അല്ലെങ്കിൽ ആംഗിൾ ഇൻ മോർ സർക്കിൾ is equal to 2 times actual angular deformation അല്ലെങ്കിൽ ആക്ച്വൽ ആംഗിൾ എന്ന് വേണമെങ്കിൽ കൊടുക്കാം. ഓക്കെ, സോ ആംഗിൾ ഇൻ മോർ സർക്കിളിൽ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ഓരോ ആംഗിളും ആക്ച്വൽ കേസിന്റെ 2 ടൈംസ് ആണ്. ഇത് ഓർത്ത് വെക്കണം, ആവശ്യമുണ്ട്. ഓക്കെ ഓക്കെ, നോട്ട് ചെയ്ത് വെച്ചോ. Now how do we construct a Mohr circle? Okay, now I'll write the steps as well. Okay, so the first step നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇത് പോസിറ്റീവ് സിഗ്മ ആണ്. എന്ന് വെച്ചാൽ ടെൻസൈൽ കേസ്, നോർമൽ സ്ട്രെസിന്റെ ടെൻസൈൽ കണ്ടീഷൻ വലിക്കുകയാണെങ്കിൽ, ഓക്കെ, വലിവാണെങ്കിൽ പോസിറ്റീവ് ആണ്, കംപ്രഷൻ ആണെങ്കിൽ നെഗറ്റീവ് ആണ്. കംപ്രഷൻ ഏരിയ മൊത്തം ഇതാണ്. ഓക്കെ, അതിന്റെ നെഗറ്റീവ് ഏരിയയിലാണ് മൊത്തം കംപ്രഷൻ ഏരിയാസ് വരുന്നത്. ഓക്കെ, നൗ യുവർ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ടു ഡിനോട്ട് the normal stresses along the x-axis. That means denote എന്താണ് sigma x and sigma y along x-axis. Okay, അതിന് മുമ്പായിട്ട് എന്ത് വേണമെന്ന് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ ഇഫ് sigma x value is 100 ന്യൂട്ടൺ പെർ mm സ്ക്വയർ ആണെന്ന് വിചാരിക്കാം. ഓക്കെ, നമുക്ക് ഒരു അസംപ്ഷനിൽ പോകാം. സിഗ്മ എക്സ് എക്സ് ഒരു 100 ന്യൂട്ടൺ പെർ mm സ്ക്വയർ ആണ്, സിഗ്മ വൈ ഒരു 50 ന്യൂട്ടൺ പെർ mm സ്ക്വയർ ആണെന്ന് വിചാരിക്കാം. ഓക്കെ, സോ ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ടു സ്കെയിൽ ദിസ് വൺ. ഓക്കെ, ആദ്യം ഒരു പ്രോപ്പർ സ്കെയിൽ നിശ്ചയിക്കുക. ഓക്കെ, എന്ന് വെച്ചാൽ എന്താ, എനിക്ക് ഇങ്ങനെ പറയാം, ലെറ്റ് 10 ന്യൂട്ടൺ പെർ mm സ്ക്വയർ ബി 1 സെന്റിമീറ്റർ ഇൻ മൈ ഗ്രാഫ്. അല്ലെ, നമ്മൾ ആദ്യം എന്ത് പ്ലോട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് അതിനൊരു സ്കെയിൽ നിശ്ചയിക്കുക എന്നുള്ളതാണ്. അപ്പൊ ആ കാര്യം എവിടെയും ചെയ്യണം. നമ്മൾ ഇവിടെ എന്താ ചെയ്യുന്നത്, ഇവിടെ സ്ട്രെസ് വാല്യൂവിനെ നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ട് ലെങ്ത്തിന്റെ വാല്യൂലേക്ക് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, സോ ലെറ്റ് 10 ന്യൂട്ടൺ പെർ mm സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ എന്താ 100 ന്യൂട്ടൺ പെർ mm സ്ക്വയർ എന്ന് വെച്ചാൽ ഇവിടെ 10 സെന്റിമീറ്റർ മാർക്ക് ചെയ്താൽ മതി. സിഗ്മ വൈ 50 ന്യൂട്ടൺ പെർ mm സ്ക്വയർ എന്ന് പറഞ്ഞാൽ എനിക്കിവിടെ 5 സെന്റിമീറ്റർ മാർക്ക് ചെയ്താൽ മതി. ഓക്കെ, ഫൈൻ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് സ്കെയിൽ നിശ്ചയിക്കുക. സ്കെയിൽ നിശ്ചയിച്ചു കഴിഞ്ഞാൽ the first step is to denote the normal stresses along x-axis. Okay, along x-axis. So your sigma x, let the sigma x value, എനിക്ക് അറിയില്ല വാല്യൂ, ഞാൻ ഒരു ആർബിട്രറി വാല്യൂ എടുക്കുകയാണ്. let the sigma x value with this one. Okay, let us assume that രണ്ടും ടെൻസൈൽ ആണെന്ന് വിചാരിക്കാം. സിഗ്മ എക്സും പോസിറ്റീവ് ആണ്, സിഗ്മ വൈയും പോസിറ്റീവ് ആണ് എന്ന് വിചാരിക്കും. ഓക്കെ, രണ്ടും ടെൻസൈൽ ആണ്, പിടിച്ച് വലിക്കുന്ന അവസ്ഥയാണെന്നുള്ള രീതിയിൽ നമുക്ക് അസംപ്ഷൻ എടുക്കാം. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ let my sigma y value as it comes around here. ഓക്കെ, ഞാൻ ഇത്രേ ചെയ്തിട്ടുള്ളൂ. എന്റെ നോർമൽ സ്ട്രെസിന്റെ ആക്സിസ് എക്സ് ആക്സിസ് ആണ്. ആ എക്സ് ആക്സിസിൽ ഞാൻ സിഗ്മ എക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇപ്പം ഈ പറഞ്ഞ പോലെ തന്നെ 100 ന്യൂട്ടൺ പെർ mm സ്ക്വയർ ആണെങ്കിൽ 10 സെന്റിമീറ്റർ എനിക്ക് ഫസ്റ്റ് പോയിന്റ് മാർക്ക് ചെയ്യണം. അതേപോലെ 50 ന്യൂട്ടൺ പെർ mm സ്ക്വയർ ആണെങ്കിൽ 5 സെന്റിമീറ്ററിൽ സെക്കൻഡ് പോയിന്റ് മാർക്ക് ചെയ്യണം. അല്ലേ, ഓക്കെ അല്ലേ? ഇതുവരെ ഓക്കെ ആണോ? രണ്ട് നോർമൽ സ്ട്രെസ് പോയിന്റ്സ് ഞാൻ മാർക്ക് ചെയ്തു. ക്ലിയർ? മക്കൾ എവിടെ ഉണ്ടോ? ക്ലിയർ അല്ലേ? ഇതുവരെ പറഞ്ഞാലും ക്ലിയർ അല്ലേ? ഓക്കെ, നമുക്കിനി ഷിയർ സ്ട്രെസ് റെപ്രസെന്റ് ചെയ്യണം അല്ലെ. നമുക്ക് തന്ന വാല്യൂസ് ഒക്കെ നമുക്ക് റെപ്രസെന്റ് ചെയ്യണം. ഓക്കെ, നൗ represent your tau xy and tau yx. അല്ലെ, now represent your tau xy, your positive. ഓക്കെ, ഈ ക്ലോക്ക് ഇവിടെ നമുക്ക് ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഇതാണ് എന്റെ tau xy അല്ലെ. tau xy നമുക്ക് തരുന്ന ഒരു ക്ലോക്ക് വൈസ് റൊട്ടേഷൻ ആണ്. റൈറ്റ്, അതേപോലെ ഞാൻ ഇപ്പൊ കഴിഞ്ഞ ഇതിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു tau xy നമുക്ക് തരുന്നത് tau xy നമുക്ക് തരുന്ന ഒരു ആന്റി ക്ലോക്ക് വൈസ് റൊട്ടേഷൻ ആണ്. tau yx അല്ലെ, yx നമുക്ക് തരുന്നത് ഒരു ക്ലോക്ക് വൈസ് റൊട്ടേഷൻ ആണ് അല്ലെ. tau yx നമുക്ക് ഇതും അല്ലെ ഒരു ക്ലോക്ക് വൈസ് റൊട്ടേഷൻ തരും. tau xy നമുക്ക് ഇതേപോലെ ഒരു ആന്റി ക്ലോക്ക് വൈസ് റൊട്ടേഷൻ തരും. ഓക്കെ, നൗ ലെറ്റ് us assume നമുക്ക് ഇവിടെ ഒരു സൈൻ കൺവെൻഷൻ കൊടുക്കാണ്. let your anti-clockwise rotation be negative. Okay, anti-clockwise rotation, let us take it as negative. അടുത്തൊരു സൈൻ കൺവെൻഷൻ ആണ്. anti-clockwise rotation of shear stress, take it as negative. Okay, so anti-clockwise rotation നമുക്ക് തരുന്നത് ഇവിടെ tau xy ആണ്. xy ഒരു tau xy, അതേപോലെ ഇവിടെയും ഒരു tau xy. ഈ tau xy ആണ് നമുക്ക് ഒരു anti-clockwise rotation തരുന്നത്. So let us take anti-clockwise rotation as negative. So that means
from sigma x, okay, from sigma x point, take tau xy negative, okay, tau xy. So whatever be the value, for example, shear stress ഒരു 60 ആണെന്ന് വിചാരിക്കാം, tau xy 60 ആണെന്ന് വിചാരിക്കാം. അപ്പോൾ ഒരു 6 centimeter along the y axis, okay, tau xy take the value as negative. Now ഈ tau xy തന്നെയായിരിക്കും tau yx, അപ്പോൾ പക്ഷെ അത് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ട് പോസിറ്റീവ് ആയതുകൊണ്ട് now this is your tau yx value, സെയിം വാല്യൂ തന്നെയാണ് വരിക, റൈറ്റ്? ഓക്കെ, നൗ ഇതുവരെ സിഗ്മ എക്സ് പ്ലോട്ട് ചെയ്തു, സിഗ്മ വൈ പ്ലോട്ട് ചെയ്തു, ഇത്രേ ഉള്ളൂ. ലെറ്റ് ദിസ് ബി ഒ, ഇതാണെങ്കിൽ എ പോയിന്റ്, സിഗ്മ എക്സ്, സിഗ്മ ബി. ഫ്രം എ എന്ത് ചെയ്തു, ടോ എക്സ് വൈ പ്ലോട്ട് ചെയ്തു. ലെറ്റ് ദിസ് ബി സി and let the point be D. Okay, now with CD as a line, now join this value. No, second, plot shear stresses. Okay, shear stresses as per the sign convention. As per the sign convention. Okay, now join. The next step is to join CD. Okay, join these 2 points. Okay, this point and the C point. Join these 2 points. The point where it meets, point where it meets is the center of Mohr circle. Is the center of Mohr circle. Okay. Now with this as a center, CD, let this be E. Okay. With E as a center and ED as a radius. Okay. That's the last point. With E as center and ED as a radius, draw the circle. Okay. With E as a center, with E as a center, with E as a center, and E center point എടുക്കാം, ഇതാണ് റേഡിയസ്. ഓക്കെ, വിത്ത് ദിസ് വൺ ആസ് എ റേഡിയസ്, ഡ്രോ എ സർക്കിൾ. അപ്പോൾ ഒരു സർക്കിൾ പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ വരും. Now this is your Mohr circle. Now this is called a Mohr circle. See, ഇത് മീറ്റ് ചെയ്യുന്ന, ഇത് എക്സ് ആക്സിസിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ്. സെക്കൻഡ്. ഓക്കെ, ഇത് എക്സ് ആക്സിസിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് എന്റെ മേജർ പ്രിൻസിപ്പൽ സ്ട്രെസ് സിഗ്മ 1. ആൻഡ് ഇത് എക്സ് ആക്സിസിൽ ഫാർദസ്റ്റ് പോയിന്റ് എവിടെയാണോ മീറ്റ് ചെയ്യുക, ദാറ്റ് ഈസ് യുവർ മേജർ പ്രിൻസിപ്പൽ സ്ട്രെസ് സിഗ്മ 1. ആൻഡ് ഏറ്റവും മിനിമം പോയിന്റ് എവിടെയാണ് കിട്ടുന്നത് വെച്ചാൽ ദാറ്റ് പോയിന്റ് ഈസ് യുവർ സിഗ്മ 2 മൈനർ പ്രിൻസിപ്പൽ സ്ട്രെസ് സിഗ്മ 2 വാല്യൂ. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. ഇതാണ് ഒരു മെത്തേഡ് ഓഫ് ക്രിയേറ്റിംഗ് മോർ സർക്കിൾ, ഓർ മെത്തേഡ് ഓഫ് പ്ലോട്ടിംഗ് ഓർ കൺസ്ട്രക്ടിങ് മോർ സർക്കിൾ. ക്ലിയർ ആണോ? ഇത് പ്രൊസീജിയർ ക്ലിയർ ആണോ? ആണോ? And the radius for this one is the maximum shear stress. The radius of Mohr circle, radius of Mohr circle is the maximum shear stress. Will give you the maximum shear stress value, tau max, and farthest point will give you the first principal stress, and the year point that will give you the minimum principal stress value. Okay. Now depending upon sigma x and sigma y value, ഇത് ഈ സർക്കിൾ പല രീതിയിലായിരിക്കും നമുക്ക് പ്ലോട്ട് ചെയ്യാൻ കിട്ടുക. ഓക്കെ, ഇത് ക്ലിയർ ആണോ? ഇതുവരെ ക്ലിയർ ആണോ? ഇതുവരെ നോട്ട് ചെയ്തോ? സ്ക്രീൻഷോട്ട് എടുക്കണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കാം. ഇതുവരെ ക്ലിയർ ആണോ? ഈ പറഞ്ഞത് വരെ ക്ലിയർ ആണോ? അല്ല, കൊണ്ട് റിപ്പീറ്റ് ചെയ്യണോ? What about others? ഇവിടെ ചോദിക്കുന്നതിന് എനിക്ക് മറുപടി വേണേ, എനിക്ക് വളരെ നിർബന്ധമുള്ള കാര്യം. Okay, yes.
ഓക്കെ ഫൈൻ. ഓക്കെ ഓക്കെ, നമുക്ക് ഞാൻ കണ്ടിന്യൂ ചെയ്യാം. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇല്ല, ഇനി എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ വീണ്ടും വീഡിയോ ഒന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ ഓക്കെ, ഇതിൽ ചെറിയ കൺഫ്യൂഷൻസ് ഉണ്ടാവാം. അത് ഞാൻ നിങ്ങളെ കുറ്റം പറയില്ല, കാരണം നമ്മളൊന്ന് ബൈപ്പാസ് ചെയ്തിട്ടാണ് ഈ കൺസെപ്റ്റിലേക്ക് പോകുന്നത്. ഓക്കെ, ശരിക്കും ഇതിന് പ്രിൻസിപ്പൽ സ്ട്രെസ് സിഗ്മ വണ്ണിന്റെ ഒരു സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഉണ്ട്, പ്രിൻസിപ്പൽ സ്ട്രെസ് സിഗ്മ ടുവിന്റെ ഒരു സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഉണ്ട്. പക്ഷെ അതിപ്പം നിങ്ങൾക്ക് തന്നാൽ അത് ഓരോ വാല്യൂസും എവിടുന്ന് വന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാവില്ല. നമ്മൾ അതിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അപ്രോച്ച് നമ്മൾ നോക്കിയിട്ടില്ല. ഓക്കെ, പഴയ സിലബസ് ആണെങ്കിൽ ഇത് ലാസ്റ്റ് മൊഡ്യൂളിൽ വരുന്ന കൺസെപ്റ്റ് ആണ്, അവരുടെ 6th മൊഡ്യൂളിലെ ടോപ്പിക് ആണ് ഇത് ശരിക്കും. ഓക്കെ, സോ അതൊക്കെ പോട്ടെ, നമുക്ക് എങ്ങനെയാണ് വരുന്നത് ആ രീതിയിൽ നമുക്ക് ഇതിനെ ടാക്കിൾ ചെയ്യാം. ഓക്കെ ഫൈൻ. അപ്പോ ദിസ് ഈസ് എ ബേസിക് കൺസ്ട്രക്ഷൻ ഫോർ എ മോഡ് സർക്കിൾ. ഇനി നമുക്ക് സ്ട്രെസ് ആക്ടിങ് ഓൺ ആൻ ആർബിട്രറി പ്ലെയിനും ഈ ഒരു മോഡ് സർക്കിൾ വെച്ചിട്ട് തന്നെ കണ്ടെത്താൻ പറ്റും. ഓക്കെ, സ്ട്രെസ് ആക്ടിങ് ഓൺ ആൻ ആർബിട്രറി പ്ലെയിൻ. നൗ സി, ഇഫ് സപ്പോസ് നല്ലത് പോട്ടെ, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഇതിന്റെ ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. അതിനുശേഷം ആർബിട്രറി പ്ലെയിനിലേക്ക് കിടക്കാം, എന്തായിരിക്കും ബെറ്റർ. ഒരു കാര്യം ചെയ്യാം, ഞാൻ കുറച്ച് കണ്ടീഷൻസ് തരാം. അപ്പൊ അതിന്റെ മോഡ് സർക്കിൾസ് നിങ്ങൾക്ക് ഒന്ന് വരക്കാൻ പറ്റുമോ എന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് കേസ് സി, നമുക്കിവിടെ നമുക്കൊരു ഒരു ഒരു ഒന്ന് മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിന്റെ ഇക്വേഷൻസും കൂടെ വേണമെങ്കിൽ തരാം. യുവർ ഇഫ് യുവർ സിഗ്മ, നമുക്കിത് അനലിറ്റിക്കലി ഇതേ സാധനം സോൾവ് ചെയ്യാൻ പറ്റുമായിരുന്നു. എങ്ങനെയാന്ന് വെച്ചാല് ഇതാണ് നമ്മളെ കണ്ടീഷൻ, സിഗ്മ എക്സ് സിഗ്മ വൈ ആൻഡ് ഷിയർ സ്ട്രെസ് ടോ എക്സ് വൈ കണ്ടീഷൻസ് അല്ലെ, ടോ എക്സ് വൈ. ഇങ്ങനെയാണെങ്കിൽ യുവർ പ്രിൻസിപ്പൽ സ്ട്രെസ്സിന് ഒരു സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഉണ്ട്. ഓക്കെ, ദാറ്റ് ഇക്വേഷൻ ഈസ് ഗിവൺ ആസ് സിഗ്മ 1 is equal to സിഗ്മ എക്സ് പ്ലസ് സിഗ്മ വൈ ബൈ 2 പ്ലസ് സ്ക്വയർ റൂട്ട് ഓഫ് സിഗ്മ എക്സ് മൈനസ് സിഗ്മ വൈ ബൈ 2 ദ ഹോൾ സ്ക്വയർ പ്ലസ് ടോ എക്സ് വൈ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദ വാല്യൂ ഫോർ പ്രിൻസിപ്പൽ സ്ട്രെസ്. ഓക്കെ, സിഗ്മ 1 കിട്ടും. ഇതേ വാല്യൂ ആണ് നമ്മൾ ഇവിടെ മോഡ് സർക്കിൾ വെച്ചിട്ട് നമ്മൾ കണ്ടെത്തുന്നത്. ഓക്കെ, സിമിലർലി സിഗ്മ 2 എന്ന് പറയുന്നത് സിഗ്മ എക്സ് പ്ലസ് സിഗ്മ വൈ ബൈ 2 മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് സിഗ്മ എക്സ് മൈനസ് സിഗ്മ വൈ ബൈ 2 ദ ഹോൾ സ്ക്വയർ പ്ലസ് ടോ എക്സ് വൈ സ്ക്വയർ ആണ്. റൈറ്റ്, അതേപോലെ മാക്സിമം ഷിയർ സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്വയർ റൂട്ട് ഓഫ് സിഗ്മ എക്സ് മൈനസ് സിഗ്മ വൈ ബൈ 2 ദ ഹോൾ സ്ക്വയർ പ്ലസ് ടോ എക്സ് വൈ സ്ക്വയർ ആണ്. എന്ന് വെച്ചാൽ ഈ ടേം ആണ് ഇതിന്റെ ഇക്വേഷന്റെ റൈറ്റ് ഹാൻഡ് സൈഡിലെ ടേം ആണ്. ഓക്കെ, ഇതാണ് ടോമാക്സ്. ഓക്കെ, ഈ ടോമാക്സ് തന്നെയാണ് നമുക്ക് ആസ് പെർ നമ്മൾ ഈ കേസിൽ റേഡിയസ് ഓഫ് മോഡ് സർക്കിൾ എന്ന് പറയുന്നത്. മോഡ് സർക്കിളിന്റെ റേഡിയസ് നമുക്ക് തരുന്നത് മാക്സിമം ഷിയർ സ്ട്രെസ് ആണ്. അപ്പൊ മാക്സിമം ഷിയർ സ്ട്രെസ് കാണണമെങ്കിൽ നമുക്ക് സിഗ്മ എക്സും സിഗ്മ വൈയും ടോ എക്സ് വൈ വാല്യൂ ഉണ്ടെങ്കിൽ യു കൻ ഡയറക്ട്ലി ഫൈൻഡ് ഔട്ട് ദ വാല്യൂ ഫോർ മോഡ് സർക്കിൾ, വാല്യൂ ഫോർ മാക്സിമം ഷിയർ സ്ട്രെസ് സിഗ്മ 1 ആൻഡ് സിഗ്മ 2 അനലിറ്റിക്കലി. നമുക്ക് അനലിറ്റിക്കൽ ആയിട്ട് വേണമെങ്കിൽ ഇത് സോൾവ് ചെയ്യാം. ഓക്കെ, നേരെ സിഗ്മ എക്സിന്റെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക, സിഗ്മ എക്സ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, സിഗ്മ വൈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ടോ എക്സ് വൈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, യു വിൽ ഗെറ്റ് ദ വാല്യൂ ഫോർ സിഗ്മ 1. ഓക്കെ, ജസ്റ്റ് നോട്ട് ഡൗൺ ദിസ് ഇക്വേഷൻ, ചിലപ്പോൾ ആവശ്യം വന്നേക്കും. ജസ്റ്റ് നോട്ട് ഡൗൺ ദിസ് ഇക്വേഷൻ. സിഗ്മ 2 is the minor principal stress. This is your major principal stress. This one is your minor principal stress, and this is your maximum shear stress. Okay, this is your maximum shear stress. Right. Now, അപ്പോൾ ഈ ഒരു കേസിൽ ഈ റൈറ്റ് ഹാൻഡ് സൈഡ് എന്ന് പറയുന്നത് ഇപ്പൊ റേഡിയസ് ആണ്, ഇത് റേഡിയസ് ആണ് റൈറ്റ്. സോ ഇതന്നെ ഇവിടെ സംഭവിച്ചത്. മോഡ് സർക്കിൾ വരച്ചു കഴിഞ്ഞ സമയത്ത് മോഡ് സർക്കിൾ നമുക്കിവിടെ കിട്ടുന്നത് ഓക്കെ, നമുക്കിവിടെ മോഡ് സർക്കിൾ കിട്ടുന്ന കേസും നമുക്ക് സിഗ്മ എക്സ് പ്ലസ് സിഗ്മ വൈ ബൈ 2 എന്ന് പറഞ്ഞാൽ സെന്റർ വരെയുള്ള ഡിസ്റ്റൻസ് ആയി. റൈറ്റ്, ഇവിടെ നോക്കിയാൽ മതി.
കാണിച്ചു തരാം. സിഗ്മ എക്സ് പ്ലസ് സിഗ്മ വൈ ബൈ ടു എന്ന് പറയുന്നത് ഒറിജിന് സെന്ററിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് അല്ലെ. ഇത് സിഗ്മ ഇതുവരെ സിഗ്മ എക്സ് ആണ്, ഇവിടം തൊട്ട് ഇവിടം വരെ സിഗ്മ എക്സ് ആണ്, ഇവിടം തൊട്ട് ഇവിടം വരെ സിഗ്മ വൈ ആണ്. ഇത് സിഗ്മ എക്സും സിഗ്മ വൈയും അല്ലെ. സിഗ്മ എക്സ് പ്ലസ് സിഗ്മ വൈ ബൈ ടു എന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടം തൊട്ട് ഇതുവരെയുള്ള പോയിന്റ് ആണ് സിഗ്മ എക്സ് പ്ലസ് സിഗ്മ വൈ ബൈ ടു എന്ന് പറയുന്നത്. ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള പോയിന്റ്, അതിന്റെ സെന്റർ വരെയുള്ള ഡിസ്റ്റൻസ് ആണ് സിഗ്മ എക്സ് പ്ലസ് സിഗ്മ വൈ ബൈ ടു. ഓക്കെ, നൗ ടു ഫൈൻഡ് ദ പ്രിൻസിപ്പൽ സ്ട്രെസ്, മേജർ പ്രിൻസിപ്പൽ സ്ട്രെസ്സിന് കാണണമെങ്കിൽ എന്ത് വേണം? പ്ലസ് എന്ത് ചെയ്യുക? ആഡ് ദിസ് റേഡിയസ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദാറ്റ് വാല്യൂ അല്ലെ. പ്ലസ് റേഡിയസ്, അതാണ് ഈക്വേഷൻ. സിഗ്മ എക്സ് പ്ലസ് സിഗ്മ വൈ ബൈ ടു പ്ലസ് ദ റേഡിയസ്. ഓക്കെ, യു ഹാവ് ടു ആഡ് ദ റേഡിയസ്. സെക്കൻഡ് കേസിൽ നമ്മൾ മൈനർ പ്രിൻസിപ്പൽ സ്ട്രെസ്സിന്റെ കേസിൽ സെന്റർ ഡിസ്റ്റൻസ് എന്ത് ചെയ്തു? റേഡിയസിനെ ഞാൻ സബ്ട്രാക്ട് ചെയ്യണം. സിഗ്മ എക്സ് പ്ലസ് സിഗ്മ വൈ ബൈ ടു സെന്ററായി മൈനസ് റേഡിയസ് എടുത്തു കഴിയുമ്പോൾ ഈ സിഗ്മ ടു എന്നുള്ള ഈ ഒരു ചെറിയ ഡിസ്റ്റൻസ് ആണ് എനിക്ക് കിട്ടുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് യുവർ minor principal stress and tau max is your radius. Okay, so this is the analytical item, direct substitute ചെയ്ത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് analytical method for finding principal stress for a two-dimensional condition, right? ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പൊ ഞാൻ ഇവിടെ കാണിച്ചത് മോർ സർക്കിൾ വരക്കേണ്ട ഒരു ടെക്നിക്കാണ്. ഓക്കെ, ഒരു ടെക്നിക്കാണ്. അതിൽ സിഗ്മ എക്സ് വാല്യൂ വരച്ചു, നോർമൽ സ്ട്രെസ് രണ്ടും മാർക്ക് ചെയ്തു, ഷിയർ സ്ട്രെസ് വാല്യൂസ് മാർക്ക് ചെയ്തു, രണ്ടും ജോയിൻ ചെയ്തു, സെന്റർ പോയിന്റ് കണ്ടുപിടിച്ചു, സർക്കിൾ വരച്ചു. അപ്പൊ അതൊരു മെത്തേഡാണ്, ഒരു വേ ഓഫ് കൺസ്ട്രക്ടിങ് മോർ സർക്കിൾ ആണ്. നമുക്കൊരു സർക്കിൾ നമുക്ക് അല്ലാതെയും കൺസ്ട്രക്ട് ചെയ്യാം. ഓക്കെ, ഒരു സർക്കിൾ കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് സെന്ററും റേഡിയസും മാത്രം മതി. സെന്റർ ആൻഡ് റേഡിയസ് കിട്ടിക്കഴിഞ്ഞാലും എനിക്ക് ഒരു സർക്കിൾ പ്ലോട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു മെത്തേഡും കൂടെ യൂസ് ചെയ്യാം. ടു സെന്റർ ഓഫ് മോർ സർക്കിൾ എന്ന് പറഞ്ഞാല് ആൾട്ടർനേറ്റീവ് മെത്തേഡ് ആണ്. ആൾട്ടർനേറ്റീവ് മെത്തേഡ് സെന്റർ ഓഫ് മോർ സർക്കിൾ എന്ന് പറയുന്നത് ഇതാണ് അല്ലെ. സിഗ്മ എക്സ് പ്ലസ് സിഗ്മ വൈ ബൈ ടു ആണ് അല്ലെ. സിഗ്മ എക്സ് പ്ലസ് സിഗ്മ വൈ ബൈ ടു, ദാറ്റ് ഇസ് ദ സെന്റർ ഓഫ് സർക്കിൾ. എന്ത് മതി? റേഡിയസ് ഓഫ് സർക്കിൾ കിട്ടിയാൽ മതി. Radius of circle is given by the equation and the square root of sigma x minus sigma y by 2 the whole square plus tau xy square. അപ്പൊ ഇതാണ് റേഡിയസും ഇതാണ് സെന്ററും. ഈ രണ്ട് വാല്യൂസ് കിട്ടിയാലും നമുക്ക് ഒരു മോർ സർക്കിൾ പ്ലോട്ട് ചെയ്യാം. സിമ്പിൾ ആയിട്ട് ഒരു മോർ സർക്കിൾ പ്ലോട്ട് ചെയ്യാം. പക്ഷെ ബെറ്റർ ഇതിപ്പം നമുക്ക് പിന്നെ എന്താ പറയാ, നമ്മൾ ഈ കോമ്പറ്റേറ്റീവ് എക്സാംസ് ഒക്കെ വരുമ്പോൾ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാം. അതർവൈസ് യൂസ് ദിസ് മെത്തേഡ്. ഓക്കെ, യൂസ് അവർ ഫസ്റ്റ് മെത്തേഡ്. ഈ ഒരു ഫസ്റ്റ് മെത്തേഡ് തന്നെ യൂസ് ചെയ്യാം to find the Mohr circle. Okay, so exam point of view വരികയാണെങ്കിൽ use this method to plot the Mohr circle. Alright, so that's it. രണ്ട് മെത്തേഡും ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കൺഫ്യൂസ്ഡ് ആയോ? കൺഫ്യൂഷൻ ഉണ്ടോ? ക്ലിയർ ആണോ? Yes. Okay. Okay, fine. Right. നമുക്കൊരു സാമ്പിൾ പ്രോബ്ലം ചെയ്യാം. അങ്ങനെയാകുമ്പോൾ ഏതാണ്ട് ഇതൊരു കൺസെപ്റ്റ് മൊത്തത്തിലൊന്ന് ക്ലിയർ ആവും. റൈറ്റ്, അപ്പൊ നമുക്ക് രണ്ട് മെത്തേഡും വെച്ച് ചെയ്യാം. അനലിറ്റിക്കൽ മെത്തേഡും അതുപോലെ അനലിറ്റിക്കൽ മെത്തേഡ് നിങ്ങൾ സിലബസ് പറയുന്നില്ല, ബട്ട് സ്റ്റിൽ നമുക്ക് അനലിറ്റിക്കൽ മെത്തേഡ് വെച്ചിട്ട് ഒന്ന് ചെക്ക് ചെയ്യുകയും ചെയ്യാം. ആ രീതിയിൽ നമുക്ക് പോവാം. ഓക്കെ, സോ റൈറ്റ് ഡൗൺ ദ ക്വസ്റ്റ്യൻ. Okay, so you can write out the question. Determine the principal stresses for the two-dimensional stress condition given below. Okay. Sigma xx, sigma yy, tau xy. Okay, so your sigma xx value is 100 Newton per mm square. Sigma yy 50 Newton per mm square, and tau xy 40 Newton per mm square. Okay,
determine the principal stresses for the using analytical method at Mohr circle. Okay, just note down this question. Using analytical method at Mohr circle. Diagram plot ചെയ്യാം. Right. അപ്പൊ ഞാൻ ക്വിക്കായിട്ട് പറഞ്ഞുതരാം. നിങ്ങൾക്കത് പിന്നെ ഒന്ന് വീട്ടിൽ നിന്ന് കോമ്പസ് ഒക്കെ വെച്ചിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നമുക്ക് എന്നിട്ട് നാളെ അത് ചെക്ക് ചെയ്യാം. റൈറ്റ്, ആൻസർ കിട്ടുന്നത് കറക്റ്റ് ആണോ നോക്കാം. ഓക്കെ, ഒന്ന് നമുക്ക് രണ്ട് കാര്യത്തിലാണ് ചെയ്യാൻ വേണം. ഒന്ന് യൂസിങ് അനലിറ്റിക്കൽ മെത്തേഡ് ആണ്. അനലിറ്റിക്കൽ മെത്തേഡിൽ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഡയറക്റ്റ്ലി യൂസ് ദ ഇക്വേഷൻ സിഗ്മ 1 സിഗ്മ 2 tau max. Okay, equations തന്നിട്ടുണ്ട് സിഗ്മ എക്സ് പ്ലസ് സിഗ്മ വൈ ബൈ 2 പ്ലസ് എക്സെട്ര അല്ലെ, ആ ഇക്വേഷൻ യൂസ് ചെയ്യാം. ദ സെക്കൻഡ് കേസിൽ യു കെൻ യൂസ് എ സ്കെയിൽ ഓഫ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്കെയിൽ യൂസ് ചെയ്യാം. ഞാൻ ഇപ്പോൾ ജസ്റ്റ് പറയാണ്, ലെറ്റ് 10 ന്യൂട്ടൺ പെർ mm² ബി 1 സെന്റിമീറ്റർ. ഓക്കെ, ആ ഒരു സ്കെയിൽ എടുത്തിട്ട് മോർ സർക്കിൾ പ്ലോട്ട് ചെയ്യണമെങ്കിൽ ദിസ് ഈസ് യുവർ പോസിറ്റീവ് സിഗ്മ ടോ എക്സ് വൈ ആക്സിസ് എടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് എന്ത് ചെയ്യാം, സിഗ്മ എക്സ്. അപ്പൊ ഈ ഒരു കേസിൽ ഇപ്പം എനിക്കിപ്പോ അറിയാം സിഗ്മ എക്സ് എക്സ് എന്ന് പറയുന്നത് ഇപ്പം 10 സെന്റിമീറ്റർ ആണ്. സിഗ്മ വൈ വൈ എന്ന് പറയുന്നത് 5 സെന്റിമീറ്റർ ആണ്. ടോ എക്സ് വൈ എന്ന് പറയുന്നത് 4 സെന്റിമീറ്റർ ആണ്. അപ്പൊ എന്ത് ചെയ്യാന്ന് വെച്ചാൽ 10 സെന്റിമീറ്റർ എടുക്കാം, 10 സെന്റിമീറ്റർ ഫ്രം എക്സ് ആക്സിസ്. അപ്പൊ ഇത് സിഗ്മ എക്സ് വാല്യൂ ആണ്. സിമിലർലി സിഗ്മ വൈ വാല്യൂ അതിന്റെ നേരെ പകുതിയിൽ വരും അല്ലെ, സിഗ്മ വൈ വാല്യൂ. നൗ സിഗ്മ എക്സ് എന്ത് ചെയ്യാം, ടോ എക്സ് വൈ വാല്യൂ 4 സെന്റിമീറ്റർ ആണ്. ടേക്ക് 4 സെന്റിമീറ്റർ ടു ദ ബോട്ടം, ടേക്ക് 4 സെന്റിമീറ്റർ ടു ദ ടോപ്പ്. ഓക്കെ, 2 പോയിന്റ് കിട്ടും. ടോ എക്സ് വൈ join these two, you'll get a center point. Just draw a circle. Okay, and find the point. ഇത് ഏതാ പോയിന്റ് നോക്കുക, സിഗ്മ 1ന്റെ വാല്യൂ സിഗ്മ 2ന്റെ പോയിന്റ് ഏതാ നോക്കുക. കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ ഇപ്പൊ പറയാണ് ഇത് 12 സെന്റിമീറ്റർ ആണെന്ന് ഞാൻ വിചാരിക്കണം. ഓക്കെ, 12 സെന്റിമീറ്റർ ആണെങ്കിൽ 12 into 10 വരും. സോ ദാറ്റ് മീൻസ് യുവർ സിഗ്മ 1 is equal to 120 ന്യൂട്ടൺ പെർ mm². ഇത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ വാല്യൂ ഇത് കറക്റ്റ് അല്ല. യു ഹാവ് ടു ചെക്ക് ദ വാല്യൂ യൂസിങ് കോമ്പസ് വെച്ചിട്ട് കറക്റ്റ് ആയിട്ട് പ്ലോട്ട് ചെയ്യുക. സ്കെയിൽ പ്രോപ്പർ ആയിരിക്കണം, എക്സ് ആക്സിസിൽ മാർക്ക് ചെയ്യുന്നതെല്ലാം പ്രോപ്പർ ആയിരിക്കണം. ഓക്കെ, 1 സെന്റിമീറ്റർ 2 സെന്റിമീറ്റർ എന്നെല്ലാം പറയുമ്പോൾ ആ ഒരു പ്രോപ്പർ ആയിട്ട് തന്നെ എല്ലാം മാർക്ക് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ എക്സാക്ട് ആൻസർ തന്നെ നമുക്ക് കിട്ടും. ഓക്കെ, ചെയ്ത് നോക്കൂലേ, ആൻഡ് ഗീവ് മി ദ ആൻസർ. ഓക്കെ, നാളത്തേക്ക് അത് ചെയ്തിട്ട് വരണം. ചെയ്യില്ലേ, ക്ലിയർ അല്ലേ? യെസ്. ഓക്കെ, റൈറ്റ്. അപ്പോൾ നമുക്ക് നാളെ അതിന്റെ ആൻസർ ഡിസ്കസ് ചെയ്തതിനു ശേഷം സ്ട്രെസ് ആക്ടിങ് ഓൺ ആൻ ആർബിട്രറി പ്ലെയിൻ എങ്ങനെയാണ് കാണേണ്ടതെന്ന് കൂടെ പറയാം. ഓക്കെ, അനലിറ്റിക്കലും ചെയ്യാം. ആ ഇക്വേഷൻ സൈഡിൽ എഴുതി വെക്കാം, പിന്നീട് എപ്പെങ്കിലും ആവശ്യം വരും. കാരണം ഈ ഒരു ലാസ്റ്റ് മോഡ്യൂളിൽ നിങ്ങൾക്ക് കുറച്ച് മെഷീൻ ഡിസൈനിന്റെ സാധനങ്ങളും കൂടെ പഠിക്കാനുണ്ട് റിവൈസ്ഡ് സിലബസിൽ. അപ്പൊ അതിന് ഈ പ്രിൻസിപ്പൽ സ്ട്രെസിന്റെ ഇക്വേഷൻ എന്തായാലും വേണം. അപ്പൊ ആ സമയത്ത് എന്തായാലും പഠിച്ചേ പറ്റും. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. സോ താങ്ക് യു വൺ ആൻഡ് ഓൾ. അപ്പോ എല്ലാവരും ഉണ്ടല്ലേ, 24 പേര്. ഓക്കെ, എല്ലാവരും ഉണ്ട്. റൈറ്റ്. ഓക്കെ, ശരി, താങ്ക് യു.